പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നു. 9 പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കാലാത്ത് എന്ന് പറയപ്പെടുന്ന ജില്ലയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ വെടിവയ്പ്പിലാണ് 2 സ്പെഷ്യൽ കമാൻഡോ അടക്കം 9 സൈനികർ കൊല്ലപ്പെട്ട വാർത്തകളുണ്ട്. അവിടെ കൂടാതെ 2 സൈനിക വാഹനങ്ങൾ അടക്കം പൂർണ്ണമായിട്ടും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിക്കാൻ പോരാടുന്ന വിമത ഗ്രൂപ്പുകളിൽ പ്രബലരാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ബലൂചിസ്ഥാനിൽ ഈ BLA അടക്കം തന്നെ വിമത ഗ്രൂപ്പുകളും പാക് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷമാണ് എന്നുള്ളതാണ്. പ്രവിശ്യയിൽ ഈ വിമതരെ ലക്ഷ്യമാക്കുന്നതിൻ്റെ പേരിൽ സാധാരണക്കാരെ വരെ പാക് സൈന്യം വേട്ടയാടുന്നതായിട്ടുള്ള ആരോപണം അവിടെ നിലനിൽക്കുന്നു. മുമ്പ് ചില വീഡിയോകൾ നമ്മൾ പറഞ്ഞ പോലെ പാകിസ്ഥാനെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ 2 പിളരും, 2 or 3 പിളരും എന്നുള്ളത്. അത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒന്ന് ബലൂചിസ്ഥാൻ എന്ന് പറയുമ്പോൾ രാജ്യമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ 2 or 3 വിഭജിക്കപ്പെടേണ്ട കഷ്ണങ്ങളായി തീരേണ്ട അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ്. അതിലൊന്നാണ് ഈ BLA എന്ന് പറയപ്പെടുന്ന അവരുടെ ബലൂചിസ്ഥാൻ വിമത സംഘടന ലിബറേഷൻ ആർമി എന്ന് പറയപ്പെടുന്നത്. ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായുള്ള കൊറ്റയ്ക്ക് സമീപം ചിൽട്ടൺ പർവ്വത നിരകളുടെ പാക് സൈന്യത്തിന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഏകദേശം 9 സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ഹസർഗഞ്ചി ചിൽട്ടൺ നാഷണൽ പാർക്കിൽ സവാരിക്കെത്തിയവരാണ് ഈ ആക്രമണത്തിന് ഇരയായപ്പെട്ടവർ. അപ്പോൾ ഈ ബലൂചിസ്ഥാനിൽ ഉണ്ടാകുന്ന BLA ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊല്ലപ്പെട്ട സൈനികരുടെ ഇടയിലേക്ക് ഇന്ത്യൻ സൈന്യം പ്രവിശ്യകളിൽ, ഇന്ത്യൻ അതിർത്തികളിൽ പാക് സൈന്യം പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകോപനപരമായിട്ടുള്ള സമീപനമുണ്ട്. ആ പ്രകോപനപരമായിട്ടുള്ള സമീപനത്തിൽ അത് ബലൂചിസ്ഥാനിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ കറാച്ചിയുടെ, ലാഹോറിന്റെ, ഇസ്ലാമാബാദിന്റെ അടക്കമുള്ള മേഖലകളിലൊക്കെയും സാധാരണ ജനങ്ങളെ വരെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ളൊരു സ്ഥിതിവിശേഷം പാകിസ്ഥാൻ സൈന്യം സ്വീകരിക്കുന്നുണ്ട്. ഈ പാകിസ്ഥാൻ സൈന്യം ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാകിസ്ഥാനിൽ തന്നെ പല ജനങ്ങളും ഇവർക്കെതിരായിട്ട്, സേനയ്ക്കെതിരായിട്ട് വരുന്ന കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ പാകിസ്ഥാൻ പലതരത്തിലും ഇന്ത്യൻ അതിർത്തികളിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, ഒപ്പം തന്നെ പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ, ഇതൊക്കെ ഇന്ത്യൻ സൈന്യം വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട, പാകിസ്ഥാൻ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ ഇനി ഒരു യുദ്ധം താങ്ങുവാനുള്ള കരുത്ത്, അത് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം താങ്ങുവാനുള്ള ഒരു കരുത്ത് അവർക്കില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു യുദ്ധ സാഹചര്യമോ സാധ്യതയോ ഉണ്ടായാൽ പോലും അത് പാകിസ്ഥാന്റെ നാശത്തിലേ അവസാനിക്കൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. നമ്മുടെ അതിർത്തിയിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന് പറയപ്പെടുന്ന ആ വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സൈന്യം സമീപകാലത്ത് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന് നിർണായകമായിട്ടുള്ള ഒരു സൈനിക വിജയമാണ് സമ്മാനിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ആ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ അതിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ കൂടുതൽ തന്ത്രപരമായിട്ടുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കേണ്ടതാണ് പാകിസ്ഥാൻ. കാരണം ഭാവിയിലെ വ്യോമ പോരാട്ട സാഹചര്യങ്ങളിൽ പാകിസ്ഥാനുമേൽ സമ്പൂർണ്ണമായിട്ടുള്ള മേൽക്കൈ നേടുവാൻ, അല്ലെങ്കിൽ അങ്ങനെ മേൽക്കൈ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ലോകോത്തര നിലവാരമുള്ള യൂറോപ്യൻ നിർമ്മിത മെറ്റിയോർ എയർ ടു എയർ മിസൈലുകൾ അത് വൻതോതിൽ സ്വന്തമാക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ്. ഇതിൽ ഭയപ്പെടണം പാകിസ്ഥാൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കാരണം പാകിസ്ഥാൻ അടിമുടി വിറയ്ക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ഒരു സമീപനം ഇന്ത്യ സ്വീകരിച്ചു. അതായത് ഈ ദീർഘദൂര വ്യോമ പോരാട്ടത്തിന്റെ നിയമങ്ങൾ മാറ്റി എഴുതാൻ കഴിവുള്ള അത്യാധുനിക ഒരു ആയുധമാണ് ഈ മെറ്റിയോർ എന്ന് പറയപ്പെടുന്നത്.
ശത്രു വിമാനങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിവുള്ള ഈ മിസൈലുകൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ യുദ്ധശേഷിക്ക് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് വ്യോമസേന, പാകിസ്ഥാന്റെ എയർഫോഴ്സ് എന്ന് പറയപ്പെടുന്നത് ചൈനീസ് നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ തിരിച്ചടി ശ്രമങ്ങളെയൊക്കെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അതിജീവിച്ചെങ്കിലും വ്യോമാതിർത്തി സംരക്ഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ മെറ്റിയോർ എന്ന് പറയപ്പെടുന്ന മിസൈലുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വാങ്ങിക്കൂട്ടിക്കൊണ്ട് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത്. അതായത് ഇന്ത്യ അതിർത്തിയിലുള്ള താൽക്കാലിക വെടിനിർത്തലുകൾക്കപ്പുറം ആധുനികമായ സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ആകാശത്ത് ഇന്ത്യയുടെ അപ്രമാദിത്വം ഉറപ്പിക്കുവാനുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉറച്ച തീരുമാനമാണ് ഈ മെറ്റിയോർ ഏറ്റെടുക്കലിലൂടെ പ്രകടമാകുന്നത് എന്നുള്ളതാണ്. മെറ്റിയോർ മിസൈലുകളുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ അതിന്റെ നൂതന റാംജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ്. ഇത് ഈ മിസൈലിന് ഉയർന്ന വേഗതയും വിപുലീകരിച്ചിട്ടുള്ള ദൂരപരിധിയും ഒക്കെ നൽകുന്നു എന്നുള്ള പ്രത്യേകത ഈ മിസൈലുകൾക്കുണ്ട്. ഈ സാങ്കേതിക വിദ്യ ദീർഘദൂരങ്ങളിൽ ആദ്യം വെടിവെച്ച് ആദ്യം കൊല്ലുക എന്ന തന്ത്രപരമായിട്ടുള്ള നേട്ടം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭ്യമാകാൻ പോകുന്നു മെറ്റിയോർ വഴി. പ്രതിരോധ മന്ത്രാലയത്തിൽ ഈ മിസൈലുകൾ വാങ്ങുവാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ പുരോഗമിക്കുമ്പോഴും യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള MBDAയിൽ നിന്നാണ് മിസൈലുകൾ വാങ്ങുന്നത്. ഉടൻ തന്നെ നടക്കാനിരിക്കുന്ന ഉന്നതതല യോഗത്തിൽ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനമൊക്കെ ഉണ്ടാവുകയും മെറ്റിയോർ നമ്മൾ വാങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുള്ള റാഫേൽ യുദ്ധവിമാനങ്ങൾ, ആ റാഫേൽ യുദ്ധവിമാനങ്ങളിൽ നിലവിൽ മെറ്റിയോർ മിസൈലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 2016 ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ 36 റഫേൽ ജെറ്റുകളുടെ ഭാഗമായിട്ടാണ് ഈ മിസൈലുകൾ ഇന്ത്യയിൽ എത്തിയത് എന്നത്. കൂടാതെ ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ട് ഓർഡർ ചെയ്ത ഏകദേശം 26 റഫേൽ മറൈൻ യുദ്ധവിമാനങ്ങളും ആ യുദ്ധവിമാനങ്ങളിലും ഇതേ മെറ്റിയോർ മിസൈലുകൾ സംയോജിപ്പിച്ചിട്ടുണ്ട്, കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ വർഷം 2025 മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ വ്യോമശക്തി എന്താണ് എന്ന് തെളിയിക്കുന്ന, അതിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു യുദ്ധമായിരുന്നു. ഈ ഓപ്പറേഷനിൽ ഇന്ത്യൻ സൈന്യം നിരവധി പാകിസ്ഥാൻ സൈനിക തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് വിജയകരമായിട്ട് നശിപ്പിച്ചു എന്നതാണ്. ഈ തിരിച്ചടി 4 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനെ വെടിനിർത്താൻ അല്ലെങ്കിൽ വെടിനിർത്തൽ ആവശ്യപ്പെടാൻ അവർ നിർബന്ധിതരാക്കി എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. 4 ദിവസം കൊണ്ട് അടിച്ച് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഈ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ദീർഘദൂര സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുസ്ഥാനങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചു. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് പാകിസ്ഥാൻ എയർഫോഴ്സ് ചൈനീസ് വംശജരായിട്ടുള്ള എയർ ടു എയർ, സർഫസ് ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്ക് ശ്രമിച്ചുവെങ്കിൽ കൂടിയും കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്താൻ പറ്റിയില്ല. അതിലവർ പരാജയപ്പെട്ടു പോയി. പാകിസ്ഥാൻ സമീപ വർഷങ്ങളിലൊക്കെ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള PL-15 എയർ ടു എയർ മിസൈലുകൾ ഗണ്യമായി സ്വന്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് നേരെ ഈ പറഞ്ഞ ചൈനീസ് നിർമ്മിത PL-15 എയർ ടു എയർ മിസൈലുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ചുവെങ്കിലും അത് ലക്ഷ്യം കണ്ടില്ല, അല്ലെങ്കിൽ ലക്ഷ്യം കാണുന്നതിൽ പരാജയപ്പെട്ടതായി പറയപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ BVR ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ അനിവാര്യതയാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ മെറ്റിയോർ മിസൈൽ വാങ്ങുന്നതിനൊപ്പം തന്നെ ഇന്ത്യ തങ്ങളുടെ മൊത്തത്തിലുള്ള BVRന്റെ ശേഷി, ആ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായിട്ടൊരു പ്രധാന തദ്ദേശീയമായിട്ടുള്ള പദ്ധതി കൂടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഏകദേശം 700 അസ്ത്രമാർക്ക് എയർ ടു എയർ മിസൈലുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് ഇവ വികസിപ്പിച്ചുകൊണ്ട് ഇവയ്ക്ക് ഏകദേശം 200 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധി പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഈ മിസൈലുകൾ Su-30 തേജസ് വിമാനങ്ങൾ സംയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ലക്ഷ്യമിടുന്നത്. ഇനി റഫാൽ വിമാനങ്ങളിൽ മെറ്റിയോർ മിസൈൽ തുടർന്നും സേവനം ചെയ്യുമെങ്കിലും ഭാവിയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു ആന്റി റേഡിയേഷൻ മിസൈലും റഫേൽ കപ്പലിന്റെ ഭാഗമായിട്ടുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ നീക്കങ്ങളിലൂടെ ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനും ഒപ്പം തന്നെ ദീർഘദൂര യുദ്ധങ്ങളിൽ ശത്രുവിനേക്കാൾ ഒരു പടി മുന്നിട്ട് നിൽക്കുന്നതിനും ഇന്ത്യ ലക്ഷ്യമിടുന്ന ഒരു മിസൈലാണ് ഈ പറയുന്ന മെറ്റിയോർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചവരെ ബലൂചിസ്ഥാനിൽ നടന്ന ആക്രമണമാണെങ്കിലും ഇനി ലാഹോറിലും ഇസ്ലാമാബാദിലും കറാച്ചിയിലും ഒക്കെ നടക്കാൻ പോകുന്ന ആക്രമണമാണെങ്കിലും ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കുകയോ 3ആയി വിഭജിക്കുകയോ ഒക്കെ യുദ്ധാടിസ്ഥാനത്തിൽ തന്നെ അവരുടെ
രാജ്യത്തിനകത്ത് തന്നെ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴും പാകിസ്ഥാൻ ഇനി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുമായി പ്രകോപനപരമായ സമീപനങ്ങൾ സ്വീകരിക്കുകയോ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള 2ാം ഘട്ടം ആരംഭിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയോ ചെയ്താൽ അത് പാകിസ്ഥാന്റെ അവസാനമായിരിക്കും എന്നുള്ളതിന്റെ ഉദാഹരണ സഹിതമാണ് ഞാൻ ഈ മെറ്റിയോർ പോലുള്ള ഉപകരണങ്ങൾ ഇന്ത്യ വാങ്ങിക്കൂട്ടുന്നു എന്ന് പറഞ്ഞത്. മെറ്റിയോർ ശത്രുക്കളെ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ തകർക്കാൻ ശേഷിയുള്ള വലിയ മിസൈലുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം ശേഷിയുള്ള മിസൈലുകൾ അടക്കം ഇന്ത്യക്കുണ്ട്. ആ മിസൈലുകൾ ഉപയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ ചാരമായി കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക്, പ്രകോപനപരമായ സമീപനങ്ങളിലേക്ക് പോകാതിരിക്കാൻ പാകിസ്ഥാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിനകത്തുള്ളത്. പക്ഷേ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഓരോ നാൾക്ക് നാൾ വർദ്ധിക്കുന്നതാണ്. അതിന് പലതരത്തിലുള്ള ഘടകങ്ങളുമുണ്ട്. യുദ്ധവിമാനങ്ങൾ, കരസേനയുടെ പ്രതിരോധം, മാത്രമല്ല നാവികസേനയുടെ പ്രതിരോധം, ഇതെല്ലാം പ്രതിരോധ വിഭാഗം തന്നെ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെറ്റിയോറും പിന്നെ ഈ സൈനികാഭ്യാസങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്, തൃശ്ശൂർ പോലുള്ള സൈനികാഭ്യാസങ്ങൾ, ആ സൈനികാഭ്യാസങ്ങൾ കൂടി കണ്ട് പാകിസ്ഥാൻ മൃതിയടഞ്ഞു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇനിയൊരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാന്റെ അന്ത്യമായിരിക്കും.